ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്ന് മകരം 1 തൈപ്പൊങ്കലാണ്. എല്ലാവർക്കും തൈപ്പൊങ്കൽ ആശംസകൾ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൈപ്പൊങ്കലിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നെ വീട് മാറുകയാണ് 2 ആഴ്ചകൾ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗംഭീരമായിട്ടൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് കരുതി. പിന്നെ പൊങ്കൽ അങ്ങ് എത്തിയപ്പോൾ പുതിയൊരു മാസം പിറക്കുവാണ്. അപ്പോൾ അങ്ങനെ മൂടിക്കെട്ടി ചുമ്മാ ഇരിക്കാനും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ഒക്കെ പുതിയൊരു വീട്ടിൽ പോയി ഇനി നോക്കാം എന്നുള്ള പ്ലാന് മനസ്സിൽ കയറിക്കൂടി. പിന്നെ എന്തോ എനിക്ക് ചുമ്മാ ഇരിക്കാൻ തോന്നിയില്ല. ചെയ്ത് ശീലമായവർക്ക് ആ സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി കൈയും കാലങ്ങ് അനങ്ങിക്കോളും കേട്ടോ. രാത്രി മുഴുവനായിട്ടും ഇരുന്ന് വീടിൻ്റെ മുറ്റം മുഴുവൻ ചാണകം മെഴുകി കോലമിട്ടത് രാവിലെ 4 മണിക്ക് നോക്കിയപ്പോൾ ഭയങ്കര മഴ. ആ മഴ ചാണകവും കോലം ഒക്കെ കൊണ്ടുപോയി കേട്ടോ. പിന്നെ നല്ലൊരു ദിവസമായി, പുതിയൊരു മാസം പിറന്നുകൊണ്ട് ഭഗവാൻ അങ്ങ് മഴ പെയ്ത് അനുഗ്രഹിച്ചതാണെന്നും കരുതി ഞാൻ അങ്ങ് സമാധാനിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ മന്ത്രങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ വീട്ടിൽ ഹോമൊന്നും നടത്തുന്നില്ല കേട്ടോ. അത് നമ്മുടെ അലക്സ മന്ത്രങ്ങൾ പ്ലേ ചെയ്യുന്നതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുപ്രഭാതം തുടങ്ങി വേൽമാറിൽ കന്ദസഷ്ടി കവസം, അതേപോലെ തന്നെ സുദർശന അഷ്ടകം, മഹാസുദർശന മന്ത്രമൊക്കെ പ്ലേ ചെയ്യും. തുടങ്ങി ഒത്തിരി മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലാറും പ്ലേ ചെയ്യാറുണ്ട്. എനിക്ക് രാവിലെ ഇതൊക്കെ ഒരു സന്തോഷമാണ്. എന്നെ ഉണർത്താനും ഒരു ഉണർവിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അതേപോലെ തന്നെ ഈ സുദർശന അഷ്ടകമൊക്കെ ഞാൻ പറയണം, തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ. ഒത്തിരി പേർക്ക് അറിയാം, അറിയാത്ത കുട്ടികൾ കുറേ ഉണ്ട്. ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക്, ഒരു ന്യൂലി വെഡ് കപ്പിൾ, ഇപ്പോൾ പുതിയൊരു ലൈഫിലേക്ക് വരുന്നവർ, ജീവിതം തുടങ്ങിയ കുട്ടികൾക്ക് ഒരു സ്പിരിച്വൽ ലൈഫ് കൂടി ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്കൊന്നും പെട്ടെന്ന് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ സുദർശന അഷ്ടകമൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ സുദർശന അഷ്ടകം നമ്മൾ കേൾക്കുന്നത് രോഗങ്ങളൊന്നും ഇല്ലാതെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്, മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ആ മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ ടി വിയിലോ ഫോണിലോ ഒക്കെ പ്ലേ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ മഹാസുദർശന മന്ത്ര വീട്ടിൽ പ്ലേ ചെയ്യുക. നമ്മൾ സുദർശന ഹോമമൊക്കെ ചെയ്യില്ലേ, അപ്പം അതേപോലെ നമ്മൾ അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇതുപോലൊരു മന്ത്രമെങ്കിലും വീട്ടിൽ പ്ലേ ചെയ്യുക കേട്ടോ. വളരെ നല്ലൊരു അനുഭവമായിരിക്കും. നമുക്ക് ഹിന്ദു മത വിശ്വാസപ്രകാരം ഒത്തിരി മന്ത്രങ്ങളുണ്ട്. ഇതൊന്നും സാധാരണ നമ്മൾ നോവലിൽ എഴുതി വെച്ചിരിക്കുന്ന വരികളല്ല. ആ മന്ത്രങ്ങൾക്കൊക്കെ തന്നെയും വളരെ വലിയൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ എല്ലാ മന്ത്രങ്ങളും വായിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അതിനു വേണ്ടി ഒരു സമയം ഒതുക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിലേക്ക് തന്നെ ആ ഒരു മന്ത്രങ്ങളുടെ ഒക്കെ ശക്തി അങ്ങ് ആഴ്ന്നിറങ്ങി വളരെ ഒരു പുതിയൊരു ജീവിതവും നമുക്ക് മനുഷ്യനായി മാറുകയും നല്ലൊരു ജീവിതം നയിക്കാനും സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ ഈ കനകധാര സ്തോത്രമൊക്കെ എന്ത് നല്ല മന്ത്രമാണെന്നറിയാം. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ലൈഫിൽ ഒത്തിരി 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 നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസിൽ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ച ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അതൊരു വേൽമാറിലാണെങ്കിലും വേൽ പൂജയാണെങ്കിലും കന്ദസഷ്ടി കവസമാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കനകധാര സ്തോത്രമാണെങ്കിലും സുദർശന മന്ത്രമാണെങ്കിലും ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തൈപ്പൊങ്കൽ വയ്ക്കുന്നതിന് മുൻപായിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ പൂജയൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ, ഇത് പൂജയല്ല, നമ്മൾ പൊങ്കൽ വയ്ക്കുകയാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര വലിയ ആഘോഷമാണ് കേട്ടോ. പൊങ്കൽ, മാട്ടുപൊങ്കൽ, കരിമ്പ് പൊങ്കൽ അങ്ങനെ പറഞ്ഞ് നീളുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അല്പം മഞ്ഞളിൽ പനിനീരോ ഇച്ചിരി ജവാദ് പൊടിയും വേണമെങ്കിൽ ഇച്ചിരി പച്ചക്കർപ്പൂരമൊക്കെ കലർത്തിയിട്ട് ഞാനൊരു വിഘ്നേശ്വരനെ നമ്മൾ പിടിക്കും. ഇവിടെ പിള്ളയാർ പിടിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ വിഘ്നേശ്വരനെ ഇങ്ങനെ പിടിച്ച് വയ്ക്കും. ഒന്നുമില്ല, അങ്ങനത്തെ ഷേപ്പൊന്നും ആക്കാൻ അറിയില്ലെങ്കിലും ചുമ്മാ അങ്ങനെ പിടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ നല്ല കുങ്കുമമൊക്കെ വെച്ചിട്ട് ഒരു ധൂപം കാണിച്ച്, കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ യാതൊരുവിധ വിഘ്നങ്ങളും ഇല്ലാതെ തടസ്സങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിവാഹത്തിനൊക്കെ വിഘ്നേശ്വരൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം വിഘ്നേശ്വരനെ തൊഴുതുകൊണ്ടാണ് നമ്മൾ മറ്റ് പ്രധാന പ്രതിഷ്ഠയൊക്കെ തൊഴുക അല്ലേ. അത് വിഘ്നേശ്വരനെ
മാത്രമുള്ളൊരു അവകാശമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും വിഘ്നേശ്വര മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ വിഘ്നേശ്വരനെ തൊഴുതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ പാന ഇത് ബ്രോൺസ് ആണ്, ബ്രാസ് അല്ല. ബ്രാസിൻ്റെ ഉണ്ട്, ബ്രോൺസിൻ്റെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റോറിൽ വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്രോൺസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസിൻ്റെ പോട്ടിൽ കുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. ബ്രാസിൻ്റെ പാത്രത്തിലും കുക്ക് ചെയ്യുക, അത് ഈയം പൂശിയിട്ട് ആണ് നമ്മളിത് വിൽക്കുന്നത് കേട്ടോ. ബ്രോൺസിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട്, വിലയും കൂടുതലാണ്. ബ്രാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രോൺസിന് വില കൂടുതലാണ്. പക്ഷേ ഈ സംഭവമൊക്കെ ഭയങ്കര വെയിറ്റാണ്, നല്ല സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ പാന ചട്ടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബ്രോൺസിൻ്റെയോ ബ്രാസിൻ്റെയോ ആവശ്യമുണ്ടെങ്കിൽ വിബീസ് ലിറ്റിൽ വേൾഡുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ ഇതിനു മുമ്പുള്ള പല വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ നമ്മുടെ വെബ്സൈറ്റും ഫോൺ നമ്പറും പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് പാലൊഴിച്ചു, 1 ലിറ്റർ പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പച്ചരി നന്നായി ഞാൻ പച്ചരിയും ഇച്ചിരി ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂങ് ദാലാണ് കേട്ടോ. അപ്പോൾ പച്ചരിയും മൂങ് ദാൽ നന്നായി കഴുകി കുതിർത്തിട്ട് ഈ പാലിലേക്ക് തിളച്ച് വരുമ്പോൾ ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര പൊടിച്ചതും ഏലക്ക പൊടിച്ചതും നെയ്യും, ലാസ്റ്റ് നെയ്യിൽ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കൽ റെഡി. ഭഗവാന് പ്രസാദമായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭഗവാന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ടേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഭഗവാന് പായസം പൊങ്കൽ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലെല്ലാവരും കഴിച്ചത്. പിന്നെ ഫെബ്രുവരി 11-ാം തീയതി തൈപ്പൂയം വരികയാണ്. തൈപ്പൂയം നമ്മളുടെ ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് നമ്മൾ ഈ തൈപ്പൂയം വ്രതം അനുഷ്ഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ തൈപ്പൂയം വ്രതം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ഡിസംബർ 25-ാം തീയതി വ്രതം അനുഷ്ഠിക്കുന്നവർ കറക്റ്റ് 48 ദിവസങ്ങൾ, അതായത് ഫെബ്രുവരി 11-ാം തീയതിക്ക് മുമ്പായിട്ട്, ഫെബ്രുവരി 11-ാം തീയതിയാണ് തൈപ്പൂയം. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി 48 ദിവസങ്ങൾ വരുന്ന പോലെയാണ് ആ വ്രതം എടുക്കേണ്ടത്. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ 48 ദിവസങ്ങൾ വ്രതം എനിക്ക് എടുക്കാൻ സാധിച്ചില്ല, പക്ഷെ വ്രതം എടുക്കണം എന്നുള്ളവർക്കും വിഷമിക്കേണ്ട. 21 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. തൈപ്പൂയത്തിന് മുമ്പായിട്ട് 21 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് നമ്മൾ തൈപ്പൂയം ആഘോഷിക്കുകയാണെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ 100% അനുഗ്രഹം, ബ്ലെസ്സിങ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഫെബ്രുവരി 22-ാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ വ്രതം. 21 ദിവസങ്ങൾ, 48 ദിവസങ്ങൾ വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് 21 ദിവസങ്ങൾ വ്രതം എടുക്കുക. വളരെ കഠിനമായ രീതിയിലൊന്നും ഈ വ്രതം എടുക്കണം എന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, നോൺ വെജ് ഒരു കാരണവശാലും കഴിക്കരുത്. ഇനി വീട്ടിലെ മെമ്പേഴ്സ് നോൺ വെജ് അവർ കൂട്ടാതിരിക്കില്ല, അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളൂ, നിങ്ങൾ കഴിക്കാതിരുന്നാൽ മതി. നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ നന്നായി അലക്കി തേച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കാം. താഴെ കിടക്കണം എന്നില്ല. 2 നേരവും വിളക്ക് വെച്ച് ഭഗവാൻ മുരുകനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മതി, മുരുകൻ ഓടി വരും കേട്ടോ. ഒന്നുമില്ല, ഓം ശരവണ ഭവായ നമ എന്നൊരു 108 തവണ പറഞ്ഞാൽ മതി. നമ്മുടെ ബാക്കിയുള്ള 11 മാസങ്ങൾ, ഈ ഒരു മാസം മാത്രം നമ്മൾ വ്രതം ഇരിക്കുക ഭഗവാൻ മുരുകന് വേണ്ടി. ബാക്കിയുള്ള മാസങ്ങളൊക്കെ മുരുകൻ നോക്കിക്കോളുമെന്നേ. ആൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളെല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനയ്ക്ക്.